ആൻഡ്രോയിഡ് ഫോണുകളിൽ കസ്റ്റം ലോഞ്ചറുകൾ ഉപയോഗിക്കുന്നത് ഉപയോക്താക്കൾ എന്തിനാണ് അവസാനിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളുമായി ന്യൂസ് കേരളയുടെ പ്രത്യേക റിപ്പോർട്ട്. പുതിയൊരു ആൻഡ്രോയിഡ് ഫോൺ ലഭിക്കുമ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ക്രമീകരിക്കാൻ കസ്റ്റം ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന കാലം മാറിമറിയുകയാണ്. നോവ ലോഞ്ചറും സ്മാർട്ട് ലോഞ്ചറും പോലുള്ളവ വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്നവർ പോലും ഇപ്പോൾ കസ്റ്റം ലോഞ്ചറുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ്. അവയുടെ നിലവാരം കുറഞ്ഞതുകൊണ്ടല്ല ഇത്, മറിച്ച് കസ്റ്റം ലോഞ്ചറുകളെ ആൻഡ്രോയിഡ് സംവിധാനം ക്രമേണ അവഗണിക്കുന്നതുകൊണ്ടാണ്. പ്രധാനമായും കസ്റ്റം ലോഞ്ചറുകൾ ആൻഡ്രോയിഡിന്റെ ജെസ്ചർ നാവിഗേഷനെ ഭാഗികമായി തടസ്സപ്പെടുത്തുന്നു. സ്റ്റോക്ക് ലോഞ്ചർ ഉപയോഗിക്കുമ്പോൾ ജെസ്ചറുകൾ വളരെ കൃത്യമായി പ്രവർത്തിക്കുമെങ്കിലും തേർഡ് പാർട്ടി ലോഞ്ചറുകളിലേക്ക് മാറുമ്പോൾ കാര്യങ്ങൾ ആകെ തകിടം മറിയുന്നു. ഹോം സ്ക്രീനിലേക്ക് പോകാനുള്ള സ്വൈപ്പ് അപ്പ് ആനിമേഷൻ തടസ്സപ്പെടുന്നു, റീസെന്റ് ആപ്പുകൾ മെനു ലോഡ് ആകാൻ താമസമെടുക്കുന്നു, കൂടാതെ ലാഗും അനുഭവപ്പെടുന്നു. ഗൂഗിൾ ഡിസ്കവർ ഫീഡുമായി ബന്ധപ്പെട്ടും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആൻഡ്രോയിഡ് സംവിധാനം സ്റ്റോക്ക് ലോഞ്ചറിനെ കൂടുതൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എങ്കിലും കസ്റ്റം ലോഞ്ചറുകൾ കൂടുതൽ ഇഷ്ടാനുസൃതമാക്കാവുന്നവയാണ്. സ്മാർട്ട് ലോഞ്ചർ പോലുള്ളവ ആപ്പ് ഡ്രോയർ മികച്ച രീതിയിൽ ക്രമീകരിക്കാനും ലേഔട്ടുകൾ മാറ്റാനും സഹായിക്കുന്നു. എന്നാൽ തേർഡ് പാർട്ടി ലോഞ്ചറുകൾ സ്റ്റോക്ക് ലോഞ്ചർ പോലെ സുഗമമായി പ്രവർത്തിക്കുന്നില്ല എന്നത് OSന്റെ സ്വഭാവത്തിന് എതിരാണ്.